ഒരു വിവാഹബന്ധം അവസാനിച്ചാൽ നിയമപരമായി പിന്നെന്താണ് സംഭവിക്കുക? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മുസ്ലിം വിവാഹ നിയമത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒന്നായ ഇദ്ദയെക്കുറിച്ചാണ്. എന്താണിത്? എന്തുകൊണ്ടാണിതിന് ഇത്രയധികം പ്രാധാന്യം? വാ, നമുക്ക് നോക്കാം. അപ്പോ ഒരു വിവാഹബന്ധം അവസാനിച്ചു എന്ന് വെക്കുക. അതിനുശേഷം ഉടനെ എന്ത് സംഭവിക്കും, അല്ലേ? ഇതൊരു പ്രധാന ചോദ്യമാണ്. ഈ ചോദ്യത്തിന് മുസ്ലിം വിവാഹ നിയമത്തിൽ വളരെ കൃത്യമായൊരു മറുപടിയുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. അപ്പൊ ആ ചോദ്യത്തിന്റെ ഉത്തരം ഇദ്ദ എന്നൊരാശയത്തിലാണ് കിടക്കുന്നത്. എന്താണ് ഇദ്ദ? സിമ്പിളായി പറഞ്ഞാൽ, ഇസ്ലാമിക നിയമം അനുസരിച്ച് ഒരു സ്ത്രീയുടെ വിവാഹം വേർപ്പെടുമ്പോൾ, അതായത് ഡിവോഴ്സ് ആവുകയോ അല്ലെങ്കിൽ ഭർത്താവ് മരിക്കുകയോ ചെയ്താൽ അവർ നിർബന്ധമായും കുറച്ചുകാലം കാത്തിരിക്കണം. ആ കാത്തിരിപ്പ് കാലത്തെയാണ് ഇദ്ദ എന്ന് പറയുന്നത്. ഈ സമയത്ത് അവർക്ക് വേറൊരു കല്യാണം കഴിക്കാൻ പറ്റില്ല. പക്ഷെ എന്തിനാണിങ്ങനൊരു നിയമം? നമുക്ക് നോക്കാം. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സിലൊരു ചോദ്യം വരുമല്ലേ, എന്തിനാണിങ്ങനൊരു വെയിറ്റിംഗ് പീരീഡ്? വെറുതെയാണോ? അല്ല, ഇതിന് പിന്നിൽ വളരെ വ്യക്തമായ ചില കാരണങ്ങളുണ്ട്. പ്രധാനമായും 3 കാര്യങ്ങളാണ് ഈ ഇദ്ദ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തേത് കുട്ടിയുടെ പിതൃത്വം ഉറപ്പിക്കുക എന്നുള്ളതാണ്. അതായത് വിവാഹം വേർപെടുന്ന സമയത്ത് ആ സ്ത്രീ ഗർഭിണിയാണോ അല്ലയോ എന്ന കാര്യത്തിൽ ഒരു സംശയവും ഉണ്ടാകരുത്. അതിനൊരു വ്യക്തത വരുത്താനാണ് ഈ സമയം. രണ്ടാമത്തെ കാരണം കഴിഞ്ഞുപോയ ആ വിവാഹബന്ധത്തിന് ഒരു ബഹുമാനം കൊടുക്കുക എന്നതാണ്. മൂന്നാമത്തേത് ഒരു അനുരഞ്ജനത്തിനുള്ള അവസരം നൽകുക. അതായത് ചില ഡിവോഴ്സുകളിൽ ഭർത്താവിനും ഭാര്യയ്ക്കും ഒന്നുകൂടി ആലോചിച്ച് ഒരുമിച്ച് ജീവിക്കാൻ തോന്നിയാൽ അതിനൊരു സമയം കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇങ്ങനൊരു കാത്തിരിപ്പ് കാലം ഉണ്ടെന്ന് നമ്മൾക്ക് മനസ്സിലായി. പക്ഷെ ഇത് എത്ര നാളാണ്? എല്ലാവർക്കും ഒരേ സമയമാണോ? അല്ല, അങ്ങനെയല്ല. കല്യാണം എങ്ങനെയാണ് അവസാനിച്ചതെന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ ഇദ്ദയുടെ കാലാവധി. അതിൽ വ്യത്യാസങ്ങളുണ്ട്. നമുക്ക് ഓരോ സാഹചര്യം എടുത്തു നോക്കാം. ഇപ്പൊ നോക്കൂ, സാഹചര്യമനുസരിച്ച് ഇതിന്റെ കാലാവധി മാറും. ഡിവോഴ്സായൊരു സ്ത്രീയാണെങ്കിലോ അവർ 3 ആർത്തവചക്രം വരെ കാത്തിരിക്കണം. ഇനി ഭർത്താവ് മരിച്ച സ്ത്രീയാണെങ്കിലോ അവർ 4 മാസവും 10 ദിവസവുമാണ് ഇദ്ദ ആചരിക്കേണ്ടത്. എന്നാൽ ഈ 2 സാഹചര്യത്തിലും, അതായത് ഡിവോഴ്സാകുമ്പോഴോ ഭർത്താവ് മരിക്കുമ്പോഴോ ആ സ്ത്രീ ഗർഭിണിയാണെങ്കിലോ കഥ മാറും. അപ്പോൾ പ്രസവം കഴിയുന്നതുവരെയാണ് ഇദ്ദയുടെ കാലാവധി. ഇതൊരു വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. അപ്പോ ഈ ഡിവോഴ്സിന്റെ കാര്യത്തില് ഒരു ചെറിയ ഡീറ്റെയിൽ കൂടിയുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ 3 ആർത്തവചക്രം എന്ന്. അത് സാധാരണയായി മെൻസസ് ഉള്ളൊരു സ്ത്രീയുടെ കാര്യത്തിലാണ്. ഇനി പ്രായം കൊണ്ടോ മറ്റെന്തെങ്കിലും കാരണത്താലോ ആർത്തവമില്ലാത്തൊരു സ്ത്രീയാണെങ്കിൽ അവരുടെ കണക്കെങ്ങനെയാ? അവർക്ക് 3 ചാന്ദ്രമാസങ്ങളാണ്, അതായത് 3 ലൂണാർ മന്ത്സ് കാലാവധിയായിട്ട് കണക്കാക്കുക. കണ്ടില്ലേ നിയമം എത്ര കൃത്യാണെന്ന്? ഇനി ഭർത്താവ് മരിച്ച ശേഷമുള്ള ഇദ്ദയുടെ കാര്യം. അത് വളരെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. 4 മാസവും 10 ദിവസവും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ വിവാഹത്തിൽ ശാരീരിക ബന്ധമുണ്ടായിരുന്നോ ഇല്ലയോ എന്നതൊന്നും ഒരു വിഷയമേ അല്ല. കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാലാവധി നിർബന്ധമായും പാലിച്ചിരിക്കണം. ഇനി ഗർഭിണിയാണെങ്കിലുള്ള കാര്യം. അവിടെ നിയമം വളരെ ക്ലിയറാണ്. വിവാഹം അവസാനിക്കുന്നത് ഡിവോഴ്സ് കൊണ്ടായാലും ഭർത്താവിന്റെ മരണം കൊണ്ടായാലും ശരി, ആ സമയത്ത് സ്ത്രീ പ്രഗ്നന്റ് ആണെങ്കിൽ അവരുടെ ഇദ്ദയുടെ സമയം കുഞ്ഞ് ജനിക്കുന്നതുവരെയാണ്. വേറെ എല്ലാ ടൈംലൈനിനെ ഇത് ഓവർറൈഡ് ചെയ്യും. കാരണം ഇവിടെ ഏറ്റവും പ്രധാനം ജനിക്കാൻ പോകുന്ന ആ കുട്ടിയുടെ അവകാശങ്ങളാണ്. ശരി, അപ്പോ ഈ ഇദ്ദ കാലഘട്ടത്തിൽ എന്തൊക്കെയാണ് നിയമപരമായ കാര്യങ്ങൾ? ഒരു സ്ത്രീക്ക് ഈ സമയത്ത് എന്തൊക്കെ അവകാശങ്ങളുണ്ട്, എന്തൊക്കെ നിയന്ത്രണങ്ങളുണ്ട്, നമുക്ക് നോക്കാം. ഈ ഇദ്ദ സമയത്ത് 3 പ്രധാനപ്പെട്ട നിയമപരമായ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒന്നാമത്തേത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ സമയത്ത് അവർക്ക് വേറെ കല്യാണം കഴിക്കാൻ പറ്റില്ല. രണ്ടാമതായി ഡിവോഴ്സ് വഴിയാണ് ബന്ധം പിരിഞ്ഞതെങ്കിൽ ഇദ്ദ കഴിയുന്നതുവരെ മുൻ ഭർത്താവ് അവർക്ക് ജീവനാംശം കൊടുക്കണം. മൂന്നാമത്തെ കാര്യം, ചിലതരം ഡിവോഴ്സുകളിൽ, അതായത് തിരിച്ചെടുക്കാൻ പറ്റുന്ന തരം ഡിവോഴ്സുകളിൽ ഭർത്താവിന് വേണമെങ്കിൽ പുതിയൊരു നിക്കാഹ് ഇല്ലാതെ തന്നെ ആ ബന്ധം പുനരാരംഭിക്കാൻ സാധിക്കും. അപ്പോൾ ഇത് വീണ്ടും ഒന്നിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. അപ്പോ ഇതെല്ലാം കൂടി കേൾക്കുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? മുസ്ലിം വിവാഹ നിയമത്തിൽ ഇദ്ദയ്ക്ക് ശരിക്കും എന്താണ് റോൾ? നോക്കൂ, ഇദ്ദ എന്നത് വെറുതെ കുറച്ചുകാലം കാത്തിരിക്കുന്ന ഒരു ഏർപ്പാട് മാത്രമല്ല. ഇത് മുസ്ലിം വിവാഹ നിയമത്തിന്റെ ഒരു അടിത്തറയാണ്. സമൂഹത്തിലൊരു ചിട്ടയും നിയമപരമായ ഒരു ക്രമവുമൊക്കെ ഉറപ്പാക്കുന്ന ഒരു പ്രധാന ഘടകം. അതുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ ഇദ്ദ മുസ്ലിം വിവാഹ നിയമത്തിന്റെ ഒരു ഒഴിവാക്കാൻ പറ്റാത്ത ഭാഗമാണ്. കുട്ടികളുടെ നിയമസാധുത, സമൂഹത്തിലെ ഒരു ചിട്ട, പിന്നെ വിവാഹബന്ധത്തോടുള്ള ബഹുമാനം, ഇതെല്ലാം ഉറപ്പുവരുത്തുന്നതിൽ ഇദ്ദ ഒരു വലിയ പങ്കുവഹിക്കുന്നുണ്ട്. അപ്പോ നമ്മളിന്ന് കണ്ടില്ലേ, നിയമങ്ങളെന്ന് പറയുന്നത് വെറും റൂൾസ് മാത്രമല്ല,
അത് നമ്മുടെ ജീവിതത്തിലെ വലിയ വലിയ മാറ്റങ്ങൾക്ക് ഒരു ഘടനയും അർത്ഥവുമൊക്കെ നൽകുന്നുണ്ട്. കല്യാണം, ഡിവോഴ്സ് പോലുള്ള കാര്യങ്ങളില് ഓരോ നിയമ പാരമ്പര്യങ്ങളും എങ്ങനെയാണ് ഒരു സാമൂഹിക ക്രമം ഉണ്ടാക്കുന്നതെന്ന് ചിന്തിക്കുന്നത് ശരിക്കും രസമുള്ളൊരു കാര്യമാണ്, അല്ലേ? ഇതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കാൻ ഇന്നത്തെ ഈ വിവരണം നിങ്ങളെ സഹായിച്ചു എന്ന് വിശ്വസിക്കുന്നു.